സാറിന് സ്ത്രീകളെ ഇഷ്ടമല്ലെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് സാറിനെ ഇഷ്ടം. നിങ്ങൾ ഇന്നൊരു രാത്രി സേഫ് ആയിട്ട് ഇവിടെ കൂടുക. ഞങ്ങൾ വീട് വരെ പോയി നാളെ രാവിലെ ഇവിടെ വരാം. ഒരു കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം ആളാ. ശരി, പറഞ്ഞ പോലെ നാളെ കാണാം. ശക്തി നല്ല സുഹൃത്താണ്, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ഓടി വാ പണിക്കേ. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്താണ് വേഗം പോവാം. വേഗം വണ്ടി വിട്ടോ. കൊണ്ടാണ് സ്റ്റാർട്ടാകുന്നു. ചേടാ, സ്ത്രീകളെ ചതുർത്തി എന്ന് പറയുന്ന ബാരിസ്റ്ററുടെ വീട്ടില് സുന്ദരികളായ പെൺപിള്ളാരെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് പോകാണെന്ന് പറഞ്ഞാൽ ഇതൊരു കഥപനാണല്ലോ ദൈവമേ. ഒരു ശല്യമായല്ലോ. വഴിയെ പോകുന്ന വയ്യാതികൾ തലയ്ക്കെടുക്കും. ഞങ്ങൾ സഹായിക്കണോ? വേണ്ട, ഇതൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ആരും കയറി തലയിടണ്ട. മൊത്തമായിട്ടെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അവിടെ എങ്ങാനും പോയി ഇരുന്നേച്ചാ മതി. ആട്ടെ, ഞങ്ങളുടെ സഹായം വേണ്ട, സമ്മതിച്ചു. ഞങ്ങൾക്കിപ്പോ എന്തെങ്കിലും സഹായം ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലോ? എന്ത് സഹായം? കൊച്ചുങ്ങളെ, ഈ മനുഷ്യനെ മക്കാറാക്കുന്ന ഒരുമാതിരി ഒരു ചിരിയുണ്ടല്ലോ, അതെനിക്ക് അശേഷം ഇഷ്ടപ്പെടുന്നില്ല. പറഞ്ഞേക്കാം. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞ് തൊലയ്ക്ക്. എനിക്കൊരു ചായ. എനിക്ക് കാപ്പി മതി. ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം. ഈശ്വരനെ ഓർത്ത് ഈ അടുക്കളയിൽ കാലെടുത്ത് കുത്തണ്ട. അങ്ങ് മുന്നോട്ടെങ്ങാനും പോയി ഇരുന്നേച്ചാ മതി. ചായയോ കാപ്പിയോ എന്ത് വേണമെങ്കിലും അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് എത്തിച്ചു തരാം. ആണുങ്ങളായ ഇങ്ങനെ വേണം. ഒരാൾക്ക് ചായ, വേറൊരാൾക്ക് കാപ്പി, ഇനി മൂന്നാമതൊരാളുണ്ടെങ്കിൽ ചാപ്പി വേണമെന്ന് പറയും. ചാപ്പി മാരണങ്ങള്. വല്ല വിധേനയും നേരം വെളുത്ത ദരിദ്രവാസികൾ വന്ന് ഇതുങ്ങളെയും കൊണ്ട് സ്ഥലം വിട്ടെങ്കിൽ മതിയായിരുന്നു. ചേട്ടാ, ചിരി ഇപ്പൊ കേട്ടാണല്ലോ. അല്ല, മുൻവശത്ത് സാറ് നോക്കി കണ്ടില്ല, അകത്തോണ്ടോ നോക്കുകയായിരുന്നു. താളുണ്ടോന്ന് നോക്കാൻ കണ്ടൊരു മാർഗം. ഇത് കണ്ടോ, കാളിംഗ് ബെല്ലെന്ന് പറയുന്ന സൂത്രമാ. അകത്താളുണ്ടോന്ന് അറിയാൻ വേണ്ടി വെച്ചിരിക്കുക. മനസ്സിലായോ? സാറ് വലിയ മുൻകൗക്കാരനെന്ന് കേട്ടിട്ടുണ്ട്. ബെല്ലടിച്ചാൽ സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി. അയ്യടോ മോനെ, നാവിന്ന് തേൻ ഇറ്റ് വീഴുന്നുണ്ടല്ലോ. ഇത്രയും മധുരം വേണ്ട. അതെ, നിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ചുമ്മാ വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. വല്ലപ്പോഴും ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി വരേണ്ടി വന്നാൽ ഒരു പരിചയം കിടക്കുന്നത് നല്ലതല്ലേ എന്ന് കരുതി. നിന്റെ കയ്യിലിരിപ്പിനെ കേസിന്റെ കാര്യം രണ്ടര തരമാ. പരിചയപ്പെടാൻ വന്നിരിക്കുന്നു. നിന്റെ ഈ വിളച്ചിലുണ്ടല്ലോ, അത് ഈ ശക്തിരന്മാരുടെ അടുത്തെടുക്കരുത്. ഇനി മേലാൽ ഈ കാമ്പൗണ്ടിന്റെ പരിസരത്തെങ്ങാനും കണ്ടുപോകരുത് പറഞ്ഞേക്കാം. അല്ല സാർ, ഞാൻ അതാണ് കേട്ട്. അടക്ക് പുറത്ത്. രണ്ടെണ്ണം വന്നിങ്ങോട്ട് കയറിയതേ ഉള്ളൂ.
അപ്പോഴേക്കും മണപ്പിക്കാറ്റിയിരിക്കുന്നു.